ആലപ്പുഴ തണ്ണീർമുക്കത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി സിപിഐഎം പ്രവർത്തകർ റോഡ് നിർമ്മിച്ചതായി പരാതി. വഴിത്തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റതായും സ്ഥലമുടമകൾ നൽകിയ പരാതിയിൽ പറയുന്നു. എന്നാൽ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നും പരാതിക്കാർ കയ്യേറിയ പഞ്ചായത്ത് വക സ്ഥലത്തെ റോഡ് പുനർനിർമ്മിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് സിപിഎമ്മിന്റെ വിശദീകരണം. ഈ റോഡ് തണ്ണീർമുക്കം കട്ടച്ചിറയിലാണ് കഴിഞ്ഞ ദിവസം പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത്. സ്വന്തം സ്ഥലത്ത് സ്ഥാപിച്ച ഗേറ്റ് തകർത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സിപിഐഎം പ്രവർത്തകർ അനധികൃതമായി റോഡ് നിർമ്മിച്ചതായാണ് പരാതിക്കാരും സഹോദരങ്ങളുമായ ചേന്നോത്ത് മേരി വില്ലയിൽ തോമസ് സി വർഗീസ്, ജോസഫ് സി വർഗീസ് എന്നിവർ പറയുന്നത്. ഞായറാഴ്ച പുലർച്ചെ 25-ലേറെ സിപിഐഎം പ്രവർത്തകർ ആയുധങ്ങളുമായി എത്തിയാണ് ഗേറ്റ് തകർത്തത്. ഇത് തടയാനെത്തിയപ്പോഴാണ് തങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായതെന്നും പരാതിക്കാർ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഈ നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് ഒരു മസ്ല ലോറി പൂഴിയായിട്ട് വരുന്നതാണ്. ഈ പൂഴി തടയാൻ ശ്രമിച്ച എന്നെയും സഹോദരനെ ആക്രമിക്കുകയും എന്നെ വടിവാളുകൊണ്ട് വെട്ടുകയും സഹോദരനെ കരിങ്കല്ലിടിക്കുകയും ചെയ്തത്. തങ്ങളുടെ കൈവശമിരിക്കുന്ന സ്ഥലത്ത് കോടതിയുടെ നിരോധന ഉത്തരവ് ലംഘിച്ചാണ് പാർട്ടിക്കാർ കയ്യേറ്റം നടത്തിയതെന്ന് പരാതിക്കാർ പറഞ്ഞു. എന്നാൽ പഞ്ചായത്ത് വക സ്ഥലം കയ്യേറി പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന നടപ്പുവഴി ഇവർ കെട്ടിയടച്ചു വെച്ചിരുന്നതായും ഈ വഴി പുനഃസ്ഥാപിക്കുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് സിപിഐഎം നൽകുന്ന വിശദീകരണം. അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും പരാതിക്കാരുടെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഒരു രോഗികളെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവിടുത്തെ നാട്ടുകാരെന്നുള്ളതിൽ ആ പ്രദേശവാസികൾ നിലവിലുള്ള അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വഴിയിലൂടെ ഗ്രാവൽ വിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇന്നലെ അവിടെ നടന്നിട്ടുള്ളത്. ഇന്നലെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവം നടക്കാത്ത ചില കേസിൻ്റെ വിജയത്തിൽ കള്ളപ്രചരണവും കള്ളക്കേസും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. തോമസ് സി വർഗീസും ജോസഫ് സി വർഗീസും നൽകിയ പരാതിയിൽ കേസെടുത്തതായും ഒരു സിപിഐഎം പ്രവർത്തകനെ പ്രതി ചേർത്തതായും ചേർത്തല പോലീസ് അറിയിച്ചു. തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ശശികലയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന പരാതിയിൽ തോമസിനും ജോസഫിനുമെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. റിപ്പോർട്ടർ, ആലപ്പുഴ.